എല്ലാവർക്കും നമസ്കാരം. ഓക്സിജൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി +2 മാത്തമാറ്റിക്സിൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. എന്നാലും പുതിയതായിട്ട് ഇപ്പോൾ ഇന്ന് മുതൽ നവംബർ 1 ഇന്ന് മുതൽ സ്കൂളിലേക്ക് പോയിട്ട് +2 പഠിക്കാൻ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ +2 ടോപ്പിക്സ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനലിൽ. ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളിതുവരെ എല്ലാ ടോപ്പിക്കും ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ എക്സാമിന് പുറത്തിറങ്ങിയിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. എല്ലാ ദിവസങ്ങളിലും ഇനി നിങ്ങൾക്ക് വീഡിയോസ് വരും. അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഓൾറെഡി +2 എല്ലാ ടോപ്പിക്സും പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ എൻട്രൻസിൻ്റെ കൂടുതൽ കാര്യങ്ങളും ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും നമ്മൾ വഴിയെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. +1ൻ്റെ ടോപ്പിക്കുകളും നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. +1ൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ കുറേയൊക്കെ പറഞ്ഞു തീർത്തതാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് പറയാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ വഴിയെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ +2 ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ ഓൾറെഡി ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് നമുക്ക് അറിയാം, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ട 2 ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ഇതാണ്: ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻ. ഈ 2 ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം: ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് പറയുന്നതിന് മുമ്പ് എന്താണ് ഫങ്ഷൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കാം. എന്താണ് ഫങ്ഷൻ? ഇപ്പോൾ എഫ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന റിലേഷൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ റിലേഷൻ എപ്പോഴാണ് ഫങ്ഷൻ ആവുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഫങ്ഷൻ ആവുക? എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ബിയിൽ ഇമേജ് കാണാൻ പറ്റുമ്പോൾ, എയിലുള്ള എല്ലാ എലമെൻറ്റ്സിലും കറസ്പോണ്ടിങ് ആയിട്ട് ബിയിൽ ഇമേജ് കാണാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫങ്ഷനാണ് എഫ് എന്ന് പറയുക. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ എയിലെ ഒരു എലമെൻറ്റ്സ് 3 ഉണ്ട്. ബിയിൽ 1 2 3 4 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ ഫങ്ഷൻ ഈ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ബിയിൽ തരണം, വൈ എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഇമേജ് തരണം, സെഡ് എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ബിയിൽ ഒരു ഇമേജ് തരണം. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുള്ള ഒരു എലമെൻറ്റിലേക്കെങ്കിലും മിനിമം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. മിനിമം ആൻഡ് മാക്സിമം ഓരോ എലമെൻറ്റ്സും ഒരു എലമെൻറ്റിലേക്കെങ്കിലും മാർക്ക് ചെയ്തിരിക്കണം, മാപ്പ് ചെയ്തിരിക്കണം. ആൻഡ് ഇവിടെ എക്സിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും എന്ത് വേണം? ഇമേജ് വേണം. എന്ന് പറഞ്ഞാൽ എക്സ് ഇതിപ്പോൾ ഓർഡേഡ് പെയർ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ x, 2 എക്സിൻ്റെ ഇമേജ് എന്താണ്? 2 ആണ് അല്ലേ? അതേപോലെ വൈ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ വൈയുടെ ഇമേജ് എന്താണ്? y 1 അല്ലേ? പിന്നെ സെഡിൻ്റെ ഇമേജ് z2. ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് ചെയ്യുക, അതായത് ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുക. ഈ ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഇതിനകത്ത് പറയാം. ഇവിടെ ഈ എയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും, എ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 എലമെൻറ്റിൻ്റെ സെറ്റാണ് എന്ന് നമുക്കറിയാം. ആ എയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിലും മിനിമം ആൻഡ് മാക്സിമം എത്ര ഓർഡേഡ് പെയറുകൾ ഉണ്ടായിരിക്കണം? 3 ഓർഡേഡ് പെയറുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ 3 ഓർഡേഡ് പെയർ ഉള്ളതിനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുള്ളൂ. അതിൽ കൂടുതൽ വന്നാലും ഫംഗ്ഷൻ ആവില്ല, അതിൽ കുറവ് വന്നാലും ഫംഗ്ഷൻ ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓരോ എലമെൻറ്റ്സിനും ഓരോ ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പാടില്ല. ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 പ്രാവശ്യം ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പാടില്ല.
ഓർഡേഡ് പെയർ എക്സുകൾ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റുകളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ അതെന്താവുള്ളൂ, ഫംഗ്ഷൻ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് എന്ത് പറയാം, നമുക്ക് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോഡൊമെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം. എന്താണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ, ഏത് സെറ്റിൽ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുക. ഇവിടുത്തെ ഡൊമെയിൻ എ ആണ് അല്ലേ. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എയിൽ നിന്ന് ബിയിലേക്ക് ആയതുകൊണ്ട് എയുടെ ഡൊമെയിൻ എഫിൻ്റെ ഡൊമെയിൻ ഇവിടെ എ ആണ്. ദെൻ എവിടേക്കാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിനെയാണ് നമ്മൾ കോഡൊമെയിൻ എന്ന് പറയുക. ഇവിടെ ബിയിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ബീനെ നമ്മൾ എന്ത് പറയും, കോഡൊമെയിൻ എന്ന് പറയും. ഇനി കളക്ഷൻ ഓഫ് ഓൾ ഇമേജസ് എഫ് ഓഫ് എക്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ബിലോങ്സ് ടു എ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്ന, ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച്, ഇവിടുത്തെ റേഞ്ച് എന്താ നോക്കിക്കുക, ഈ ഓർഡേഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. റേഞ്ച് ഈക്വൽ ടു 2 and 1 അല്ലേ, 1,2 എന്ന് എഴുതാം. ഇവിടെ 2 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അത് റിപ്പീറ്റഡ് ആണ്, എഴുതേണ്ട ആവശ്യമില്ല. സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യമല്ലേ നമ്മൾ എഴുതുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിനാണ്, ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ആണ്, ആൻഡ് സെറ്റ് 1 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ചാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിക്കണം. കഴിഞ്ഞ വർഷം നിങ്ങൾ കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ അല്ലെ, സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരുപാട് ഫംഗ്ഷൻസ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. അതായത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ ആ കാറ്റഗറി ഓഫ് ഫംഗ്ഷൻസ് അല്ല, വേറെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം, ഏതൊക്കെ ടൈപ്പ് ഫംഗ്ഷനാണ്. നമുക്ക് 2 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ഫംഗ്ഷനാണ് 1-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷൻ ഓക്കെ, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ നമ്മളിതിനെ പറയും. 1-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. എന്താണ് 1-1 ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ ആവണമെങ്കിൽ ഈ എയിലെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് എടുക്കുക. x1 നോട്ട് ഈക്വൽ ടു x2 നമ്മൾ എയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 കിട്ടും. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ നമ്മൾ എയിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജുകൾ എവിടെ കിട്ടും, ബിയിൽ കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാ എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് എങ്കിൽ എഫിനെ നമ്മൾ 1-1 ഫംഗ്ഷൻ എന്ന് പറയും. എഫിനെ 1-1 ഫംഗ്ഷൻ എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതായത് നമുക്കൊരു ഫിഗർ വരച്ച് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നേരത്തെ നമ്മൾ വരച്ച അതേ ഫിഗർ തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. നോക്കാം. ഇപ്പോൾ എക്സ് വൈ സെഡ് ഇവിടെ 1 2 3 4 ഓക്കെ. ദെൻ എയിലെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് എക്സും ഒന്ന് വൈയും നിങ്ങൾ എടുക്കാം. ആ 2 എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ്, എക്സിൻ്റെ ഇമേജ് ആൻഡ് വൈൻ്റെ ഇമേജ്, എക്സിൻ്റെ ഇമേജ് വൈൻ്റെ ഇമേജ്, എക്സ് വൈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ നമ്മൾ എടുത്തു. ഇമേജുകൾ 2 1 4 ആണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ കേസ് ഓക്കെ, കുഴപ്പമില്ല. ഇതെല്ലാ പെയറുകൾക്കും നമ്മൾ നോക്കണം. ഇനി അടുത്തത് നമ്മൾ സെഡ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റും കൂടെ ബാക്കിയുണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. സെഡ് 2ലേക്ക് മാപ്പ് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എക്സും വൈയും എടുത്തപ്പോൾ അതിൻ്റെ 2 ഇമേജസ് ഡിഫറെൻ്റ് ആണ്. ഇനി വൈയും സെഡും എടുത്താൽ അതിൻ്റെ 2 ഇമേജസ് ഡിഫറെൻ്റ് ആണ്. എക്സും സെഡും എടുക്കുമ്പോൾ അതിൻ്റെ 2 ഇമേജസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുവാണെങ്കിൽ ആ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, 1-1 ഫംഗ്ഷൻ എന്ന് പറയുക. കുറച്ചും കൂടെ 1-1 അല്ലാത്തൊരു ഫംഗ്ഷനും കൂടെ ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് വൈ സെഡ് ഇതേ സെറ്റ് തന്നെ 1 2 3 4, ഇത് എ ആണ്, ഇത് ബി ആണ്. ഇവിടെ നിന്ന് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഇസ് മാപ്ഡ് ടു 1, വൈ ഇസ് മാപ്ഡ് ടു 2 ആൻഡ് സെഡ് ഇസ് മാപ്ഡ് ടു 2. ഇവിടെ നിങ്ങൾ എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഇമേജസ് കിട്ടുന്നുണ്ട്. പക്ഷേ വൈയും സെഡും എടുക്കുക നോക്കുക, വൈൻ്റെയും സെഡിൻ്റെയും ഇമേജ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ആരാണ്, വൈൻ്റെ ഇമേജ് ആരാണ്, 2 ആണ്.
എഫ് ഓഫ് സെഡ് ആരാണ്? അതും 2 ആണ്. എഫ് ഓഫ് സെഡും എന്താണ്? 2 ആണ്. അപ്പോൾ വൈക്കും സെഡിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 എലമെൻ്റ് ആയിട്ടുള്ള വൈക്കും സെഡിനും നമുക്ക് എന്ത് കിട്ടും? സെയിം ഇമേജസ് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് 1 1. ഇത് 1 1 അല്ല. പക്ഷേ ഇവിടെ എല്ലാ എലമെൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് വന്നതുകൊണ്ട് ഇതെന്താണ്? 1 1 ആണ്. 1 1 ആണ്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. 1 1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഏത്? ഇഫ് എക്സ് ഫോർ ഓൾ x1 and x2, for all x1 and x2 belongs to A, x1 not equal to x2 implies f of x1 not equal to f of x2. ഇതാണ് 1 1ൻ്റെ ഡെഫിനിഷൻ. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഡെഫിനിഷൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡെഫിനിഷനായിട്ട് എഴുതുന്നത്. അതെന്തായിരിക്കും? കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചെഴുതാം. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, 2 ഇമേജസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് പറയും? അതിൻ്റെ എലമെൻറ്റുകൾ രണ്ടും സെയിം ആണെന്ന് പറയും. x1 ഈക്വൽ ടു x2 ആണെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുന്നത്? ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡയറക്റ്റായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കാം. എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ ആർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് മുഴുവൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 1 ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എങ്ങനെ ചെക്ക് ചെയ്യും? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എഴുതും. എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ 2x + 3 ആണെങ്കിൽ എഫ് ഓഫ് x1 എന്തായിരിക്കും? 2x1 + 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്തായിരിക്കും? 2x2 + 3 ആയിരിക്കും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് x1 ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? നോക്കി ഓക്കെ, ഇത് രണ്ടും നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാം, അല്ലേ? ബാലൻസ് വരും എന്താണ്? 2x1 ഈക്വൽ ടു 2x2. ഈ 2 നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാം. പിന്നെ എന്താ ബാക്കി വരിക? x1 ഈക്വൽ ടു x2. ഫംഗ്ഷൻ എന്തായി? 1 1 ആയില്ലേ? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ് നമ്മൾ എടുത്തത്. നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. 1 1 ഫംഗ്ഷൻസിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് 1 1 എന്നുള്ളത് മനസ്സിലായോ? ഫംഗ്ഷൻ്റെ എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് ഇമേജസും ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റ്സും സെയിം ആയിരിക്കണം എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുക? അല്ലെങ്കിൽ ഈ ടൈപ്പ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? 1 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് 1 1 അല്ലാത്തൊരു ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുക, 1 1 അല്ലാത്തൊരു ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ ഒരു ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ R to R ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഫംഗ്ഷൻ 1 1 അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എഴുതിയാൽ നമുക്ക് x1² ഈക്വൽ ടു x2² എന്ന് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ x1 ഈക്വൽ ടു x2 എന്ന് നമുക്ക് ഓൾവേസ് പറയാൻ പറ്റില്ല. ദിസ് ഇസ് നോട്ട് ട്രൂ ഫോർ ഓൾ x1 ആൻഡ് x2 ബിലോങ്സ് ടു R. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൗണ്ടർ എക്സാമ്പിൾ പറയാം നമുക്ക്. ഇപ്പോൾ സപ്പോസ് നമുക്ക് 4 ഈക്വൽ ടു 4 എന്ന് പറയാമല്ലോ. 4 ഈക്വൽ ടു 4 എന്ന് പറയാം, സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈ 4നെ നമുക്ക് എന്തെഴുതാം? 2² എന്ന് എഴുതാം, ശരിയല്ലേ? ഈ 4നെ 2² എന്ന് എഴുതാം, അപ്പോൾ ഒരു രസമില്ല. അപ്പോൾ നമുക്ക് -2ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. -2ൻ്റെ സ്ക്വയർ. ഓക്കെ, -2ൻ്റെ സ്ക്വയറും 4 ആണ്, 2ൻ്റെ സ്ക്വയറും 4 ആണ് എന്ന് വിചാരിച്ച് നമുക്ക് 2 ഈക്വൽ ടു -2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇത് ഇമേജ് ആണ്, അല്ലേ? ഇത് എഫ് ഓഫ് 2 ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് 2 ആണ് 4. ഇതോ എഫ് ഓഫ് -2 ആണ്. എഫ് ഓഫ് 2ഉം എഫ് ഓഫ് -2ഉം ഈക്വൽ ആണ്. 2ൻ്റെയും -2ൻ്റെയും ഇമേജ് 2ൻ്റെ സ്ക്വയറും -2ൻ്റെ സ്ക്വയറും 4 ആണ്. അപ്പോൾ ഇമേജ് സെയിം ആണ് എന്ന് വെച്ച് നമുക്ക് എന്ത് സെയിം ആണെന്ന് കിട്ടിയില്ല? എലമെൻറ്റ്സ് സെയിം ആണെന്ന് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് പറയുന്നത് എന്തല്ല? ഇസ് നോട്ട് 1 1. ഈസ് നോട്ട് 1 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. റിയൽ നമ്പേഴ്സിൽ ഇത് 1 1 അല്ല. ഐഡിയ കിട്ടിയോ? സംഭവം മനസ്സിലായോ? ഓക്കെ, പക്ഷെ ഇത് നാച്ചുറൽ നമ്പേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 1 ആണെന്ന് പറയാം. കാരണം ഇവിടെ -2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല നാച്ചുറൽ നമ്പേഴ്സിൽ, ശരിയല്ലേ? അപ്പോൾ സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത്. അതും കൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ 1 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ഓൺ ടു ഫങ്ഷൻസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓൺ ടു ഫങ്ഷൻസ്. ഓൺ ടു ഫങ്ഷൻസിനെ മറ്റൊരു പേര് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും കേട്ടോ. ഓൺ ടു ഫംഗ്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഫംഗ്ഷൻ ഓൺ ടു ആവാനുള്ള ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഡെഫിനിഷൻ ഇതാണ്: ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഓൺ ടു ആണെന്ന് പറയണമെങ്കിൽ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബി, ബിയിൽ നിന്ന് എല്ലാ എലമെൻറ്റുകൾക്ക്, അതായത് ഏത് എലമെൻ്റ് എടുത്താലും വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദർ എക്സിസ്റ്റിൻ്റെ സിമ്പിളാണിത്, ഫോർ ഓളുടെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. ദർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എക്സ് നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റണം? എയിൽ കണ്ടുപിടിക്കാൻ പറ്റണം. വൈയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? എയിലൊരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം, അല്ലെങ്കിൽ സർജക്റ്റീവ് ആണെന്ന് പറയാം. ഇനി ഇത് നമുക്ക് ആ ഫിഗർ വരച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എക്സ് വൈ സെഡ് 1 2 3 4 നേരത്തെ എടുത്ത അതേ സെറ്റ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, ഒരു ഫംഗ്ഷനാണ്, സംശയമൊന്നുമില്ല, ഫംഗ്ഷനാണ്. ഒരു എലമെൻറ്റ് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ, എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്, ഫംഗ്ഷനാണ്. ഇനി ഇത് 1 1 ആണോ? 1 1 ആണ് അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും ഈക്വൽ അല്ല. എലമെൻറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനൊക്കെ ഇമേജസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് 1 1 ആണ്. ഇനി ഇത് ഓൺ ടു ആണോ നോക്കിയേ. ഓൺ ടു ആണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ബി there should exist an x belongs to a such that y equal to f of x. y എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റുകളും, ബിയിലുള്ള വൈകളെല്ലാം ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? എക്സ് എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് ഉണ്ട്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് ഉണ്ട്. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് z എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് ഉണ്ട്. 2 നോക്കിയേ, ഇവിടെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും പ്രീ ഇമേജ് നിങ്ങൾക്ക് കാണാനുണ്ടോ? അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ ഇമേജ് ആണോ? അല്ല, 2 അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇത് എവിടെ പോസിബിൾ അല്ല? ഓൺ ടൂവിൽ പോസിബിൾ അല്ല. അതായത് 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ബിയിൽ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, അത് ഒന്നിൻ്റെയും പ്രീ ഇമേജ് അല്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി എവിടെ ഇല്ല? ഓൺ ടു ഫങ്ഷൻസിലില്ല. എല്ലാ എലമെൻറ്റുകളും എന്തായിരിക്കണം? ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് എക്സിൽ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് ഓൺ ടു. ഇത് ഓൺ ടു അല്ല. എന്നാൽ അപ്പോൾ ഓൺ ടു ആവുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓൺ ടു ആവണമെങ്കിൽ ഇപ്പോൾ എയിലെയും ബിയിലെയും എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ബിയിൽ ഇപ്പോൾ 3 എലമെൻ്റ് ആണുള്ളതെങ്കിൽ ഇവിടെ ഓൺ ടു ഫംഗ്ഷൻ വരണമെങ്കിൽ എത്ര എലമെൻറ്റേ മിനിമം പാടുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം എത്രയേ പാടുള്ളൂ? 3 പാടുള്ളൂ. 3ൽ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ 1 2 3 ഇവിടെ എക്സ് വൈ സെഡ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറൊരു എലമെൻറ്റും കൂടി ഉണ്ട് വിചാരിച്ചോളൂ, 6 എന്ന് പറഞ്ഞ എലമെൻറ്റും കൂടി ഉണ്ട്, അതും കുഴപ്പമൊന്നുമില്ല. എക്സിനെ നമുക്ക് മാർക്ക് ചെയ്യാം, വൈനെ മാർക്ക് ചെയ്യാം, സെഡിനെയും മാർക്ക് ചെയ്യാം, 6നെയും മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ 4 എലമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ബിയിലുള്ള ഒരു എലമെൻറ്റും ഫ്രീ ആയിട്ട് കിടക്കുന്നില്ല. എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? 1ന് പ്രീ ഇമേജ് ഉണ്ട് എക്സ്, 2ന് പ്രീ ഇമേജ് 2 ഉണ്ട്, വൈയും സെഡും ഉണ്ട്, 3ക്ക് ഇമേജ് ഉണ്ട് 6. വൈ ഇവിടെയുള്ള എല്ലാ വൈകൾക്കും കറസ്പോണ്ടിങ് അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഓൺ ടു ആണ്. ഓക്കെ, ഇതിൽ 4 എലമെൻറ്റ്സ് വരെ വരാം. 5ാമത്തെ ഒരു എലമെൻറ്റ് ഇതിൽ വന്നാൽ അതെന്താവില്ല? ഓൺ ടു ഫംഗ്ഷൻ ആവില്ല. 5ാമത്തെ ഒരു എലമെൻറ്റ് ഇതിൽ വന്നാൽ അത് ഓൺ ടു ഫംഗ്ഷൻ ആവില്ല. കാരണം അത് നിങ്ങൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എലമെൻറ്റ് ഏതെങ്കിലും ഒരു എലമെൻറ്റിലേക്ക് തന്നെ രണ്ടാമതും മാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താവില്ല? സാധനം ഫംഗ്ഷൻ ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ഓൺ ടു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ ഫംഗ്ഷൻ ബിലോങ്സ് the function is defined on R. R to R ആണ് ഫംഗ്ഷൻ. F from R to R. R to R ആണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ടു ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ y ബിലോങ്സ് ടു R, അതായത് ഈ കോഡൊമെയിൻ ആയിട്ടുള്ള Rലെ ഒരു y നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ y ഈക്വൽ ടു നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതും. എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? 2x + 3 ആണ് അല്ലേ? എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം.
എന്താ ചെയ്യേണ്ടത്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. ആ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക, ഇതിനകത്ത് എക്സ് കണ്ടുപിടിക്കുക. ഈ 3 അങ്ങോട്ട് കൊണ്ടുവരാം. y മൈനസ് 3 ഈക്വൽ ടു 2x. 2 കൂടെ ഇവിടെ ഡിവൈഡ് ചെയ്താൽ എക്സ് ഈക്വൽ ടു y മൈനസ് 3/2 എന്ന് വരും അല്ലേ? y മൈനസ് 3/2 എന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇത് എവിടെയുള്ള എക്സ് ആണ് എന്ന് പറയാം? ഡൊമെയിനിലുള്ള എക്സ് ആണെന്ന് പറയാം. ആണല്ലോ. y എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആണ്. y മൈനസ് 3 ഒരു റിയൽ നമ്പർ ആയിരിക്കും. y മൈനസ് 3/2 എന്തായിട്ട് ഒരു റിയൽ നമ്പർ ആണ്. ശരിയല്ലേ? അപ്പോൾ എന്തായി? നമുക്ക് എന്ത് പറയാം? therefore f is onto. f onto ആണെന്ന് പറയാം. ഐഡിയ കിട്ടിയോ? സംഭവം പിടി കിട്ടിയോ? എല്ലാം മനസ്സിലായോ? ഓൺടു ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ട്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു 4 5 6 7 ആൻഡ് ലെറ്റ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 4 2 5 3 6. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ എഫ് ഇസ് 1 1 ഓർ ഓൺ 2. ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് വെറുതെ എഴുതി വയ്ക്കാം. അതല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്യാം. നമുക്ക് എളുപ്പം ഫിഗർ വരയ്ക്കുകയാണ്, കാരണം ഈ സെറ്റ് വളരെ സിമ്പിളായിട്ടുള്ള സെറ്റാണ്. അപ്പോൾ നമുക്ക് ആരോ ഡയഗ്രാം വരയ്ക്കാം. 1 2 3. ഇതാണ് എ, ഇത് ബി 4 5 6 7. ഇത് ബി ആണ് അല്ലേ? ഇനി ആ ഓർഡേഡ് പെയർ നോക്കി നോക്കൂ. 1 4 1നെ 4ലേക്ക് മാപ്പ് ചെയ്യുന്നു. 2 5 2നെ 5ലേക്ക് മാപ്പ് ചെയ്യുന്നു. 3 6 3നെ 6ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ഇതെന്താണ് 1 1 ആണെന്ന് പറയാം. കാരണം 1ൻ്റെ ഇമേജ് 4, ഇമേജസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x1 ഈക്വൽ ടു x2 എന്ന് പറയാം. അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതിയാലും മതി. x1 നോട്ട് ഈക്വൽ ടു x2 ആണ്. x1 നോട്ട് ഈക്വൽ ടു x2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇത് 1 1 ആണ് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇനി ഇസ് 1 1, ഇത് 1 1. പിന്നെ ഓൺ ടു അല്ല എന്ന് നമുക്ക് പറയാം. ഓൺ ടു അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ ഇവിടെ 7 ബിലോങ്സ് ടു ബി ഉണ്ട് ആൻഡ് അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തില്ല? ഒരു പ്രീമേജ് ഇവിടെ ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? there does not exist x belongs to a such that 7 is equal to some f of x. 7 f of x ആയിട്ട് വരുന്ന ഒരു എക്സും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. therefore f is not onto. f എന്നല്ല, onto അല്ല. എഴുതിയോ? അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇതിൽ 3 എലമെൻ്റ് ആണെങ്കിൽ ഇതിൽ മാക്സിമം 3 എലമെൻറ്റ് വന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? അത് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റുമോ? 3ൽ കൂടുതൽ എലമെൻറ്റ് വന്നാൽ ഒരിക്കലും ഓൺ ടു ആവില്ല. 1 1 ഉള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. 3ൽ കുറയാം. ഇപ്പോൾ 2 എലമെൻറ്റ്സ് ഒക്കെ വന്നാലും എന്താവാം? ഓൺ ടു ആവാം. പക്ഷെ എന്താവില്ല? 1 1 ആവില്ല. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ 1 1 ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് 1 1 ഓൺ ടു ഫംഗ്ഷൻസ്. 1 1 ഓൺ ടു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയും. ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ബൈജക്റ്റീവ് അല്ലെങ്കിൽ 1 1 ഓൺ ടു. ബൈജക്ഷൻ എന്നും പറയും കേട്ടോ. ബൈജക്ഷൻ ഈസ് എ ബൈജക്ഷൻ അല്ലെങ്കിൽ ഈസ് ബൈജക്റ്റീവ് ഇഫ് എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. എഫ് എന്തായാൽ മതി? 1 1ഉം ഓൺ ടു ആയാൽ മതി. ഒരേ സമയം 1 1ഉം ആയിരിക്കണം, അതേപോലെ തന്നെ ഓൺ ടു ആയിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയ 2x + 3 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ഇതൊക്കെ എന്താണ്? 1 1 ഓൺ ടു ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ 1 1 ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, രണ്ടും 1 1ഉം ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? 1 1 ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 3
കാറ്റഗറി ഫങ്ഷൻസ് ആണ് നമുക്ക് പ്ലസ് 2ൻ്റെ ഫോക്കസ് ഏരിയയിൽ ആദ്യം പഠിക്കാനുള്ളത്, ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. എല്ലാ ദിവസങ്ങളിലും നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.